അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സ്വാലിഹായ അമലുകൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ നന്മയാണെങ്കിലും ഈ മഹത്തായ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ നമുക്കത് കാരണമായി തീരും. എന്തെല്ലാം നന്മകൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10. അതിലേറ്റവും അതിപ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. കാരണം നോമ്പ് എന്നുള്ള ഇബാദത്ത് മറ്റുള്ള എല്ലാ ഇബാദത്തുകളെക്കാളും വളരെയധികം പ്രാധാന്യമുള്ളതും അള്ളാഹുവിൻ്റെ പൊരുത്തം കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതുമായ റബ്ബിനു മാത്രം അറിയുന്ന രഹസ്യമായ ഇബാദത്താണ്. അപ്പോൾ റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റിള ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ കാരുണ്യം അതുവഴി നേടിയെടുക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. ഇതിൻ്റെയൊക്കെ പുറമെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ബലിപെരുന്നാൾ കഴിച്ചുള്ള ബാക്കി 9 ദിവസങ്ങളിൽ എല്ലാ വർഷവും കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ടായിരുന്നു എന്ന് ഇമാം അഹ്മദ്, നസായി, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ മുഹദ്ദിസുകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മഹദി അവർകൾ പറയുന്നതായി കാണാം, അർബഉൻ ലം യകുൻ യദഉഹുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അവ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? സിയാമു യൗമ ആശുറാ, മുഹറം 10-ൻ്റെ അന്നത്തെ നോമ്പ് എല്ലാ വർഷവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധയോടുകൂടെ അത് അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ വൽ അശ്ർ, ദുൽഹിജ്ജ 10 ദിവസം, ആദ്യത്തെ 10-ലെ 9 ദിവസങ്ങളിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. 10-ാമത്തെ ദിവസം നമുക്കറിയാം ബലിപെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 9 ദിവസങ്ങളിൽ മുത്തുനബി തങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടെ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാം. അതുപോലെ സലാസത്തു അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വറകഅതൈന ഖബൽ ഗദാത്ത്, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇത് മുത്തുനബി തങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അവിടുന്ന് നിർവഹിച്ചു വന്നിരുന്ന ഇബാദത്തുകളാണെന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ, പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസം, പ്രത്യേകിച്ച് 9-ാമത്തെ ദിവസമാവുന്ന അറഫാ ദിവസമൊക്കെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് തന്നെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ ഈ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാനും ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധ്യമാകണം. അർഹമുർ റഹീമായ റബ്ബ് നമുക്കതിനുള്ള വലിയ തൗഫീഖ്, സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.